ഇനി പാലക്കാട്ടേക്ക് പോവുകയാണ് നിഖിൽ പ്രമേഷ്. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പാലക്കാട് MLA എവിടെയെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ ജില്ലയിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ള സൂചനയുണ്ടല്ലോ. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്നാലും പോലീസും വ്യാപകമായി രാഹുലിനായി അന്വേഷണം നടത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രവിത കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ, പാലക്കാട്ടെ MLA എവിടെ എന്നുള്ള ചോദ്യമാണിപ്പോൾ പാലക്കാട്ടെ ജനങ്ങളും അതോടൊപ്പം തന്നെ വോട്ടർമാരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നത്. രാഹുലിനെതിരെ പ്രതിഷേധം നടത്താൻ തയ്യാറെടുക്കുന്ന യുവമോർച്ചയും DYFI ഒക്കെ ചോദിക്കുന്നത് തന്നെയാണ്. അതിനിടെ ഇപ്പോഴൊരു നീക്കമുണ്ടായത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന രാഹുലിൻ്റെ സ്റ്റാഫിലുള്ള ഒരാൾ ഫസൽ എന്ന ചെറുപ്പക്കാരൻ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയിരുന്നു. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഇവിടെ ഉണ്ടായിരുന്നു, അതിവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സൂചന എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും രാഹുൽ ഒരു നിർണായക നീക്കം നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ സൂചനകളുണ്ട്. അതായത് ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല രാഹുൽ, അതായത് കോയമ്പത്തൂരിലേക്ക് മറ്റോ മാറി എന്നുള്ള സൂചനകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ലഭ്യമായിരുന്നത്. പോലീസിനും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, പാലക്കാട് നിൽക്കുകയാണെങ്കിൽ ഒരു അറസ്റ്റ് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ രാഹുൽ കോയമ്പത്തൂരിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഫാം സ്റ്റേയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ നിയമോപദേശം കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മടങ്ങിയെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഇന്ന് രാവിലെ ലഭിച്ചിരുന്നു. അതായത് ജില്ല വിട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുൻകൂർ ജാമ്യാപേക്ഷയടക്കം ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മടങ്ങിയെത്തി എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയാകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ രാഹുലിന്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ രാഹുലിന്റെ ഫോൺ ഓൺ ആയിരുന്നു, നമുക്കതിൽ വിളിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ കോള് കട്ട് ചെയ്യുകയാണ്. എന്തായാലും ഒരുപക്ഷെ എന്ത് തരത്തിലുള്ള നീക്കമാണ് രാഹുൽ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുലിന്റെ 2 വാഹനങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഞാനുള്ള പാലക്കാട്ടെ ഈ MLA ഓഫീസിലും അതോടൊപ്പം തന്നെ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നത് രാഹുലിന്റെ ഇവിടെ വളരെ അടുത്ത് തന്നെയുള്ള ഫ്ളാറ്റിലുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാറ് എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ ഇവിടുത്തെ യുവജന സംഘടനകളടക്കം എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്, അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി ഉണ്ട്. അതായത് രാഹുൽ എത്താത്ത സ്ഥിതിക്ക്, അതായത് രാഹുൽ ഓഫീസിലേക്കോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലേക്കോ പൊതുമധ്യത്തിലേക്കോ എത്താത്ത മുറയ്ക്ക് പ്രതിഷേധങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ യുവജന സംഘടനകൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം, നമ്മൾ വലിയ പ്രതിഷേധമൊക്കെ ഇപ്പോൾ ഇവിടെ പാലക്കാട്ട് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. യുവജന സംഘടനകളൊന്നും തന്നെ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നില്ല. ഇവിടെ മിനിഞ്ഞാന്നായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. യുവമോർച്ചയും DYFIയും ഒക്കെ രാഹുലിന്റെ ഈ മണപ്പുള്ളിക്കാവിലുള്ള ഓഫീസിലെത്തി ഈ ഓഫീസിന് മുന്നിൽ റീത്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ശാന്തമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ യുവജന സംഘടനാ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, രാഹുൽ എത്തട്ടെ, MLA പാലക്കാട്ട് എത്തുമ്പോൾ പ്രതിഷേധം നടത്താം, അതല്ലാതെ ഈ ഓഫീസിലേക്ക് ജീവനക്കാർ മാത്രമുള്ള ഓഫീസിലേക്ക് പ്രകടനം ഒന്നും തന്നെ നടത്തിയിട്ട് കാര്യമില്ല, അവരെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല എന്ന് യുവജന സംഘടനകൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധങ്ങൾക്ക് ഒരു അയവ് ജില്ലയിൽ വന്നിട്ടുള്ളത്. എന്തായാലും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. പാലക്കാട്ട് തന്നെ ഉണ്ടോ, പെട്ടെന്നൊരു നിമിഷം രാഹുൽ പ്രത്യക്ഷനാവുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയവും ആകാംക്ഷയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വിടാതെ രാഹുലിന് ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. നിഖിൽ പ്രമേഷാണ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.